റോയിച്ചായ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെതിരെ നടന്ന ഒരു അതിഭീകരമായ മർദ്ദനം. ഇത് നടത്തുന്ന പോലീസുകാരെ ക്രിമിനലുകൾ എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കുക? കേരളം ഇപ്പോൾ ഭരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് കേവലം 32 വയസ്സുള്ള സമയത്ത് 30 വയസ്സുള്ള സമയത്ത് അദ്ദേഹം MLA ആയിരുന്നു, കൂത്തുപറമ്പിലുള്ള MLA ആയിരുന്നു. അന്ന് MLA ആയിരുന്ന ആ മനുഷ്യനെ പിണറായി വിജയനെ, ചെറുപ്പക്കാരനായ പിണറായി വിജയനെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കൊണ്ടുപോയി അതിക്രൂരമായി മർദ്ദിക്കുകയും അത് ഇപ്പോൾ പോലും അദ്ദേഹത്തിന് ആ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ പോലും മാറിയിട്ടില്ല. 40-45 വർഷം കഴിഞ്ഞിട്ട് പോലും അദ്ദേഹം അന്ന് അനുഭവിച്ച ശാരീരികമായ പീഡനങ്ങൾ കാലെ കെട്ടിയിട്ട് അടിക്കുമായിരുന്നു എന്നാണ് അന്ന് കേട്ടിരുന്നത്. അത് പുള്ളി അത് കഴിഞ്ഞിട്ട് രക്തം പുറന്ന 1977 പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ 1977 മാർച്ച് 30 കേരള നിയമസഭയിൽ പിണറായി വിജയൻ്റെ ഒരു പ്രസിദ്ധമായ പ്രസംഗമുണ്ട്. തന്നെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചതിനെക്കുറിച്ച് അന്ന് കേരള മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് കേരളത്തിലെ പോലീസിൻ്റെ ഏറ്റവും വലിയ അതിഭീകരമായ പീഡനം അനുഭവിച്ച, ഇപ്പോഴും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് കേരളം ഭരിക്കുന്നത്. ആ പിണറായി വിജയൻ ഭരിക്കുമ്പോഴാണ് അദ്ദേഹം അനുഭവിച്ചതിനേക്കാൾ അദ്ദേഹത്തിന് അന്ന് അടി കിട്ടിയ അതേ ഏതാണ്ട് പ്രായത്തിലുള്ള സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പോലീസ് എടുത്ത് അടിച്ച് അതിക്രൂരമായി മർദ്ദിച്ച് ശാരീരികമായി തകർത്ത് കളഞ്ഞതിൻ്റെ വീഡിയോ ആണ് ഈ കഴിഞ്ഞ ദിവസം വന്നത്. ഒരുപക്ഷെ പിണറായി വിജയനെ അന്ന് അടിച്ചതിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളം അന്ന് ഞെട്ടി തരിച്ചു പോകേണ്ട അതേ അവസ്ഥയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ പിണറായി വിജയനെ പോലെ ഇങ്ങനെ പോലീസ് മർദ്ദത്തിൻ്റെ ഇരയായ ഒരാൾ ഭരിക്കുന്ന കേരളത്തിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിണറായി വിജയനെ പോലെ പോലീസിൻ്റെ മർദ്ദനം, ക്രൂരമായ മർദ്ദനം ഏറ്റ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, ഒരു രാഷ്ട്രീയ നേതാവ് ഭരിക്കുമ്പോഴാണ് വീണ്ടും പോലീസിൻ്റെ അകത്ത് ഇതുണ്ടാകും. എന്നിട്ട് ശരി, പിണറായി വിജയനല്ല ഓരോ പോലീസ് സ്റ്റേഷനും പോയി ഭരിക്കുന്നതെന്നൊക്കെയുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുന്നത്. പക്ഷേ ഈ സംഭവം നടന്നിട്ട് ഇപ്പോൾ 2 വർഷം കഴിയുന്നു. ഇതുവരെ ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. അവരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. നിങ്ങൾ ഇതേ ആരോപണമായിരുന്നു അന്ന് കെ കരുണാകരനെതിരെ പറഞ്ഞത്. അന്ന് പുലിക്കോടൻ നാരായണൻ എന്ന് പറയുന്നൊരു പോലീസ് ഓഫീസറാണ് പിണറായി വിജയനെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇന്നിവിടെ 4 പോലീസുകാർ ചേർന്നാണ് ഈ ചെറുപ്പക്കാരനെ മർദ്ദിച്ചത്. അപ്പം ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനങ്ങൾ നടക്കുന്നതിനെതിരെ ഒരു നടപടിയും, ശ്രീത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ ക്രിമിനലുകൾക്കെതിരെ ഒരു നടപടിയും നമ്മുടെ പോലീസിനകത്തൊന്നും ഉണ്ടാകുന്നില്ല. നമ്മുടെ പോലീസ് നേതൃത്വം ഇതിനെക്കുറിച്ച് അവരെ രക്ഷിക്കാനാണ് ശ്രമിച്ചത്, ഇല്ലേ? അപ്പോൾ എങ്ങനെയാണ് അവരുടെ അസോസിയേഷനുണ്ട്, അവരുടെ നേതാക്കന്മാരുണ്ട്, ഇടനിലക്കാരുണ്ട്, ഇവരൊക്കെ ചേർന്ന് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്ക് അതിനെ മൂടി വെക്കാനോ ഈ ക്രിമിനലുകളെ രക്ഷിക്കാനോ ആണ് ശ്രമിക്കുന്നത്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഇതൊരു നിസ്സഹായനായ ഒരു ചെറുപ്പക്കാരൻ, യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല, മദ്യപിച്ചു എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോയി പോലീസിൻ്റെ നടപടി ചോദ്യം ചെയ്തു എന്നുള്ളത്, ഏതൊരു പൗരനും ചോദ്യം ചെയ്യാനുള്ള അവകാശം നമ്മുടെ ഭരണഘടന, അത് ഈ പോലീസുകാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതൊന്നുമല്ല. അപ്പം അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ മദ്യപിച്ചു എന്ന് പറഞ്ഞ് പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. മദ്യപിച്ചിട്ടില്ല എന്ന് പോലീസ് ആശുപത്രിയിൽ നിന്ന് റിപ്പോർട്ട് കിട്ടുന്നു. പിന്നെന്താണ്, പോലീസിൻ്റെ ജോലി തടസ്സപ്പെടുത്തി. ഏത് സമയത്തും പോലീസുകാർ എടുത്ത് ഉപയോഗിക്കുന്ന ഒരു വകുപ്പാണ് പോലീസിൻ്റെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് എടുത്തിട്ട് അടിക്കുന്നു. റിമാൻഡ് ചെയ്യാൻ വേണ്ടി കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. കോടതി ഏതായാലും മദ്യപിച്ചിട്ടില്ല എന്നുള്ള കാരണമായിരുന്നു FIR-ൽ പറഞ്ഞിരുന്നത് കൊണ്ട് ആ ചെറുപ്പക്കാരനെ അന്ന് വിടും. പക്ഷേ കഴിഞ്ഞ 2 വർഷമായിട്ട് ശാരീരികമായി തളർന്നിരിക്കുന്ന ആ ചെറുപ്പക്കാരനും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ വർഗീസ് എന്ന് പറയുന്ന ആളും കൂടെ ചേർന്ന് നടത്തിയ ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ്, ഈ നിയമ പോരാട്ടം ഇല്ലായിരുന്നെങ്കിൽ ഈ വിഷയമേ പുറത്തു വരില്ല. ആ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ വീഡിയോ കിട്ടുന്നത്. വീഡിയോ കൊടുക്കാൻ വകുപ്പില്ല എന്ന് പറയുന്നു, വീഡിയോ മറച്ചു വെക്കുന്നു. അങ്ങേയറ്റം ആ 2 പേരും ആ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി വർഗീസ് എന്ന് പറയുന്ന മനുഷ്യൻ നടത്തിയ നിയമ പോരാട്ടത്തിൻ്റെ അവസാനത്തിലാണ് ഈ വീഡിയോ പുറത്തു വരികയും കേരളം കണ്ട് ഞെട്ടിത്തെരിച്ച് നിൽക്കുന്നത്, ഇല്ലേ? ജനമൈത്രി പോലീസ് എന്ന ബോർഡ് എഴുതി വെച്ചിരിക്കുന്നിടത്താണ് ഇത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. എന്നിട്ട് നമ്മുടെ മുഖ്യമന്ത്രി ഈ പോലീസുകാരെക്കുറിച്ച് എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ, അത് തെറ്റായി പോയി എന്ന് പോലും പറയാൻ ഈ നിമിഷം, ഇപ്പോൾ ഇത് വന്നിട്ട് 24 മണിക്കൂർ കഴിഞ്ഞു, അദ്ദേഹം ഇതേക്കുറിച്ച് മിണ്ടിയിട്ടേ ഇല്ല. ഞാനതാ വീണ്ടും ആവർത്തിക്കുന്നു, കേരളത്തിൽ ഏറ്റവും വലിയ നീചവും ക്രൂരവുമായ ഒരു പോലീസ് ആക്രമണത്തിന് നേരിട്ട വ്യക്തിയാണ് കേരളം ഭരിക്കുന്നത്. ആ മനുഷ്യൻ ഭരിക്കുമ്പോൾ പോലും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ എന്തുവാണ് നമ്മുടെ പോലീസ് സേനയുടെ അവസ്ഥ? എന്തുവാണ്? ഞാൻ വീണ്ടും പറയുന്നത്, പിണറായി വിജയൻ അല്ല പോലീസ് സ്റ്റേഷൻ പോയി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, അത് ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത്. പക്ഷേ പിണറായി വിജയൻ ഈ കുറ്റക്കാരായ ക്രിമിനലുകൾക്കെതിരെ നടപടി എടുക്കാനുള്ള ബാധ്യതയുണ്ട്. അദ്ദേഹം അത് നിറവേറ്റുമെന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് എടുക്കാനുള്ള ബാധ്യതയുണ്ട്, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്, എല്ലാം ഉണ്ട്. കാരണം നീതി നടപ്പാക്കിയിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ ഭരണകൂടത്തെ ആൾക്കാർ
മാറി നിന്ന് ചീത്ത വിളിക്കുന്ന അവസ്ഥ ഉണ്ടാവും ഇല്ലേ? അപ്പോൾ ഭരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, അത് നടപ്പിലാക്കാനുള്ള ബാധ്യതയുള്ള ഒരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ആഭ്യന്തരമന്ത്രിയുടെയാണ്, അദ്ദേഹത്തിൻ്റെ കീഴിലെ പോലീസുകാരാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇതൊരു പൊറുക്കാനാവാത്ത തെറ്റാണ്. ആ ചെറുപ്പക്കാരൻ യാതൊരു തരത്തിലുള്ള കുറ്റവും ചെയ്തു. ഏതൊരു പൊതുപ്രവർത്തകനും ചോദിക്കുന്ന ചോദ്യമേ അയാൾ ചോദിച്ചുള്ളൂ, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇന്ന് ഈ ചെറുപ്പക്കാരെ നിങ്ങൾ എന്തിനാണ് ചീത്ത വിളിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചതാണ്. അയാൾ ആ നാട്ടിലെ അറിയപ്പെടുന്ന പൊതുപ്രവർത്തകനാണ്, ഒരു തരത്തിലുള്ള മറ്റ് കുഴപ്പങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ശാന്തനായ ഒരു മനുഷ്യനാണ്. അയാളുടെ ഏക തൊഴിലെന്ന് പറയുന്നത് അമ്പലത്തിൽ ഒരു ശാന്തിക്കാരനായിട്ട് ജോലി ചെയ്യുന്ന ഒരു പൂജാരിയാണ് അയാൾ. അവിടെ നാട്ടിൽ എല്ലാവർക്കും പൊതുസമ്മതനായ, എന്ന് വെച്ചാൽ അവിടെ ആ നാട്ടിൽ ഏതൊരാൾക്കും ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ രക്തദാനം അദ്ദേഹം നടത്തുന്ന ഒരു യൂണിറ്റ് തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അതിലൊക്കെ മുൻകൈ എടുത്ത് രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവർക്കും പൊതുസമ്മതനായ, ആ നാട്ടിൽ എല്ലാവർക്കും പൊതുസമ്മതനായ ഒരു ചെറുപ്പക്കാരനെതിരെയാണ് പോലീസ് ഇത്തരത്തിലുള്ള ആക്രമണം. ആരും ആയിക്കോട്ടെ, ഒരു സാധാരണ പൗരനെ പോലീസിന് ഇങ്ങനെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ ഇടിക്കാൻ ഒരു നിയമവും അനുവദിക്കുന്നില്ല. ഒരു നിയമവും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനോ കൈവയ്ക്കാനോ നിങ്ങൾക്ക് യാതൊരു അവകാശവും ഇല്ല എന്ന് നമ്മുടെ പോലീസ് ആക്ടിലും ഭരണഘടനയിലും IPC-ലും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ ലംഘിച്ചുകൊണ്ട് ഈ പണി ചെയ്ത ഈ പോലീസുകാരെ ഇനിയും കാക്കി ഉടുപ്പിച്ച് ഈ നാട്ടിൽ കൂടെ നടത്തുവാണെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഈ സർക്കാരിനോട്, ഈ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി പല ചോദ്യങ്ങൾ ചോദിക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാധാരണ ഇത്തരം കസ്റ്റഡി മർദ്ദനങ്ങളോ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലുള്ള അട്രോസിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് അല്ലെങ്കിൽ ഭരണകൂടത്തിനെതിരായ സമരമൊക്കെയാണ് പറഞ്ഞത്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂത്ത് കോൺഗ്രസ് ഈ മർദ്ദിച്ച പോലീസുകാരെ വീട്ടിലേക്കാണ് മാർച്ച് നടത്തിയത്. ഈ ക്രിമിനലുകളെ ഇങ്ങനെയല്ലേ കൈകാര്യം ചെയ്യേണ്ടത്? അല്ല, കേരളത്തിലെ പോലീസുകാരെല്ലാം ഒന്നും ഇങ്ങനെയൊന്നുമല്ല. അത് നല്ല ഓഫീസർമാരുണ്ട്, മനുഷ്യത്വമുള്ളവരുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ തൃശ്ശൂർ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരി, അവർ ഒരു ആംബുലൻസ് കടത്തി വിടാൻ വേണ്ടി അതിനോടൊപ്പം ഏതാണ്ട് 1.5-2 കിലോമീറ്റർ ഓടുന്ന വീഡിയോ നമ്മൾ കണ്ടു. അതേ പോലീസുകാരി തന്നെ മൃതദേഹം വീട്ടിൽ കൊണ്ടുപോകാൻ പൈസ ഇല്ലാത്തതിന് അവരുടെ വള ഊരി കൊടുത്ത പോലീസുകാരികൾ നമ്മൾ. അതുപോലെ നന്മ ചെയ്യുന്ന ഒരുപാട് പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. കേരളത്തിലെ പോലീസ് സേന അത്തരത്തിലേ അല്ല, പക്ഷേ ഇത്തരക്കാരുണ്ടെന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. കേരളത്തിലെ ഈ തരത്തിലുള്ള പോലീസുകാരെ ജനങ്ങൾ എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് അവർക്ക് അതിൻ്റേതായ ന്യായങ്ങളുണ്ട്. ഈ 4 പേർക്കെതിരെ മാത്രമാണ് യൂത്ത് കോൺഗ്രസ്സുകാരും നാട്ടുകാരും സമരം നടത്തുന്നത്. ആ ചെറുപ്പക്കാരനോട് കാരണം അത്തരത്തിൽ ഈ പോലീസുകാരുടെ ബന്ധുക്കളായ വീട്ടുകാരും അവരുടെ മക്കളും ഭാര്യമാരും അമ്മമാരും ഒക്കെ ഇതറിയണം. കാരണം നിങ്ങളുടെ മക്കൾ കൊണ്ടുവരുന്നത് ഇത്തരത്തിലുള്ളൊരു കൊലച്ചോറാണ് കൊണ്ടുവരുന്നു, നിങ്ങളെ പോറ്റുന്നത് എന്നുള്ള അവരൊന്ന് തിരിച്ചറിയണം. കാരണം അത്ര നികൃഷ്ടമായ രീതിയിലാണ് ആ ചെറുപ്പക്കാരനെ അടിച്ചൊതുക്കിയത്. എനിക്കതുകൊണ്ടാണ് പിണറായി വിജയൻ നീതി നടപ്പാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നതിന് ഒരു കാരണം ഇതാണ്. അദ്ദേഹം ഈ പോലീസ് ആക്രമണത്തിൻ്റെ ഇരയാണ്. അദ്ദേഹത്തിന് അത് നടപ്പിലാക്കാനുള്ള നിയമപരമായ ബാധ്യതയുണ്ട്, ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. അതിലൊക്കെ ഉപരി ഇതേ പോലീസിൻ്റെ പീഡനം അനുഭവിച്ചെന്നുള്ള ആളിന് വേറെ ആർക്കും ഒരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അന്ന് ഭരിച്ച കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി ചോദിച്ച മനുഷ്യനാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. അപ്പോൾ ആ വ്യത്യാസം അദ്ദേഹം മനസ്സിലാക്കണം. അദ്ദേഹം അവർക്ക് ഈ പാവപ്പെട്ട ശുചിത്വം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് നീതി നടപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചാൽ കേരള സമൂഹം പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.